മക്കളെ 9ാം ക്ലാസ്സിലെ പിള്ളേർ ശ്രദ്ധിച്ചോട്ടോ. 9ാം ക്ലാസ്സിലെ പിള്ളേർ നോക്കിയേ, നമ്മൾ 6ാമത്തെ ചാപ്റ്റർ ഏതാണ്? സൊല്യൂഷൻസ്. ഈ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് സൊല്യൂഷൻസ് എന്താണെന്ന് പഠിക്കണം. അപ്പോൾ സൊല്യൂഷൻസ് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ പഠിക്കണം? സൊല്യൂട്ട് പഠിക്കണം, അതുപോലെ തന്നെ സോൾവെൻറ്റ് പഠിക്കണം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കൂടി ചേർന്നിട്ടാണ് സൊല്യൂഷൻസ് ഉണ്ടാകുന്നത്? എന്തൊക്കെ കൂടി ചേർന്നിട്ടാണ്? സോൾവെൻറ്റ് പ്ലസ് സൊല്യൂട്ട്. ഈ രണ്ട് സാധനങ്ങളും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? സൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ബീക്കർ വെള്ളം എടുക്കുക, അതിൽ ഷുഗർ ആഡ് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക? സ്റ്റിർ ചെയ്യുക, ഇളക്കി കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഷുഗർ അതിലെന്താവും? ഡിസോൾവ് ആയി പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിലേതാണ് സൊല്യൂട്ട്, ഏതാണ് സോൾവെൻ്റ് എന്നാണ് നിങ്ങളോട് ഞാൻ ചോദിച്ചത്. ഏത് വസ്തുവാണോ അലിയുന്നത് അതെന്ത് സാധനമാണ്? സൊല്യൂട്ട്. ഏതിലാണോ അലിയുന്നത് അതാണ് എന്ത് സാധനം? സോൾവെൻറ്റ്. ക്ലിയർ ആണല്ലോ? പറയണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം, മിക്സ്ചർ എന്താണെന്ന് നോക്കാം. നിങ്ങൾ തിന്നണ മിക്സ്ചർ കണ്ടിട്ടില്ലേ? തിന്നണ മിക്സ്ചർ കണ്ടല്ലേ? മിക്സ്ചർ എന്ന് പറയൂലേ? അതിലെന്താണ് മിക്സ്ചർ എന്ന് പറയാൻ കാരണം എന്താണ്? അതിലെന്തൊക്കെ ഉണ്ടാവും? ഒരു സാധനം മാത്രം ഉണ്ടാവുള്ളൂ, കപ്പലണ്ടിയൊക്കെ ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ മിക്സ്ചർ. 2 തരം മിക്സ്ചറുകളാണ് നമുക്കുള്ളത്. എന്തൊക്കെയാണ് ഉള്ളത്? ഒന്ന് ഹോമോജീനിയസ് മിക്സ്ചറും മറ്റൊന്ന് ഏതാണ്? ഹെട്രോജീനിയസ് മിക്സ്ചറുമാണ് നമുക്കുള്ളത്. ഇവിടെ ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ മിക്സ്ചർ വേർ ദി കമ്പോണൻസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട്. അതായത് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് ഷുഗർ വാട്ടർ എടുക്കാം, അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ എടുക്കാം, ഉപ്പ് വെള്ളം. അതിൽ നിങ്ങൾക്ക് ഉപ്പ് കാണാൻ പറ്റുമോ? അതായത് എന്താണ് അതിൻ്റെ അർത്ഥം? യൂണിഫോമായിട്ട് അതിലെന്തായി പോയി? അലിഞ്ഞ് ചേർന്ന് പോയി. സോൾട്ട് അല്ലെങ്കിൽ ഷുഗർ അലിഞ്ഞ് ചേർന്ന് പോയി. യൂണിഫോമാണ് അവിടെ ഉള്ള കമ്പോണൻസ്. രണ്ടിൻ്റെ കമ്പോണൻസ് എന്താണ്? യൂണിഫോമാണ്. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹോമോജീനിയസ്. ഈ ചെളിവെള്ളം എടുക്കുക, ചെളിവെള്ളം മണ്ണലിഞ്ഞ് ചേർന്ന് പോവോ ചെളിവെള്ളത്തിൽ? അല്ല. അപ്പോൾ അവിടെ യൂണിഫോമാണ്? അല്ല. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെട്രോജീനിയസ് മിക്സ്ചർ എന്ന് പറയുന്നത്. ഓയിലും വെള്ളവും എടുക്കുക, ഓയിൽ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്ന് പോവോ? നമുക്ക് കാണാൻ പറ്റും ഓയിൽ മുകളിൽ പൊങ്ങി കിടക്കണത്. അപ്പോൾ അതെന്ത് മിക്സ്ചറാണ്? ഹോമോജീനിയസ് ആണ് അത്? അല്ല. എന്ത് മിക്സ്ചറാണ്? ഹെട്രോജീനിയസ് മിക്സ്ചറാണ്. ക്ലിയർ ആണല്ലോ? പറയണ്ടല്ലോ? 2 തരം മിക്സ്ചർ ക്ലിയർ ആണല്ലോ? പറയണ്ടല്ലോ? നമുക്ക് അടുത്ത വരുന്നൊരു ടോപ്പിക്കാണ്. നമുക്കറിയാം ഇവിടെ സൊല്യൂഷൻസ് എന്താണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? സൊല്യൂട്ട് എന്താണെന്ന് പറഞ്ഞ്, സോൾവെൻ്റ് എന്താണെന്ന് പറഞ്ഞ്. ഇനി നമ്മൾ 3 സ്റ്റേറ്റുകൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ സ്റ്റേറ്റാണ് പഠിച്ചിട്ടുള്ള മാറ്ററുണ്ടോ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതിൽ സൊല്യൂട്ട് ഒരു സ്റ്റേറ്റ്, സോൾവെൻറ്റ് മറ്റൊരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ രണ്ടും സെയിം ആണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന സൊല്യൂഷൻ എങ്ങനെയുള്ളതായിരിക്കും, ഏത് സ്റ്റേറ്റിലുള്ളതായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ടേബിൾ സോൾട്ട് സൊല്യൂഷൻ. നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപ്പ്, വെള്ളം. അതിൽ ഉപ്പ് ഏത് സ്റ്റേറ്റാണ്? സോൾട്ട് ഏത് സ്റ്റേറ്റാണ്? സോളിഡാണ്. വെള്ളം ഏത് സ്റ്റേറ്റാണ്? ലിക്വിഡാണ്. ഇനി അതിൻ്റെ സൊല്യൂഷൻ എന്താവും? മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലോട്ടായി. ഇനി ബ്രാസ് ഏതാണ്? എന്തൊക്കെയുണ്ട്? ബ്രാസ് എന്തൊക്കെ കൂടിയിട്ടുണ്ടാവുന്നത്? സിങ്കും കോപ്പറും. സിങ്ക് ഏത് സ്റ്റേറ്റാണ്? സോളിഡ്. കോപ്പർ ഏത് സ്റ്റേറ്റാണ്? സോളിഡ്. കിട്ടാൻ പോകുന്ന സൊല്യൂഷൻ ഏതായിരിക്കും? സോളിഡ്. ഇനി സോഡ വാട്ടർ, നമ്മൾ കുടിക്കുന്ന സോഡ, അതിൽ കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും കൂടി ചേർന്നിട്ടാണ് സോഡ വാട്ടർ ഉണ്ടാകുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ഏതാണ്? ഗ്യാസ്. വാട്ടർ ഏതാണ്? ലിക്വിഡ്. സൊല്യൂഷൻ ഏതായിരിക്കും? ലിക്വിഡ്. ഇനി അടുത്തത് മിക്സ്ചർ ഓഫ് ആൽക്കഹോൾ ആൻഡ് വാട്ടർ. ഇതിൽ സൊല്യൂട്ട് ആൽക്കഹോളാണ്. സൊല്യൂട്ട് ഏതാണ്? ആൽക്കഹോൾ. ലിക്വിഡ് ഫോമിലായിരിക്കും കാണുന്നത്. വാട്ടർ ഏതാണ്? സോൾവെൻ്റ് ആണ്. ഏത് ഫോമിലായിരിക്കും കാണുന്നത്? ലിക്വിഡ് ഫോമിലായിരിക്കും കാണുന്നത്. സൊല്യൂഷൻ എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്? ലിക്വിഡ് തന്നെ. അപ്പോൾ ഈ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോൾട്ട് സൊല്യൂഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ സോൾട്ടാണ് ഇവിടെ എന്ത്? സൊല്യൂട്ട്. ഡിസോൾവ് ചെയ്യപ്പെടുന്നത്. ഇവിടെ ബ്രാസിൽ സിങ്കാണ് സൊല്യൂട്ട്. സോഡ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും കൂടുതൽ വെള്ളത്തിനേക്കാളും? അല്ല.
സോഡാ വാട്ടറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ആവുന്ന അളവിലുണ്ടാവുള്ളൂ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് ചോദിക്കുന്നൊരു ചോദ്യമാണ്, പ്യുവറായിട്ടുള്ള എയർ ഗേഷ്യസ് സൊല്യൂഷൻ ആണെന്ന് പറയാനുണ്ട്. കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. കാരണം എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. എന്താണ്? ഒരു ഹോമോജീനിയസ് മിക്സ്ചറാണ്. പല ഗ്യാസിൻ്റെയും ഹോമോജീനിയസ് മിക്സ്ചറുകളാണ്. ഏതൊക്കെ ഗ്യാസ് കൂടിച്ചേർന്നാണ് ഉണ്ടാകുന്നത്? നൈട്രജൻ, ഓക്സിജൻ, പിന്നെ ഏതാണ്? ആർഗൺ, പിന്നെ ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, പിന്നെ ഏതാണ്? മറ്റ് ചെറിയ ഗ്യാസുകളും ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർന്നാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? ഗേഷ്യസ് സൊല്യൂഷൻ, എയർ. അതുകൊണ്ടാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്? ഒരു സൊല്യൂഷനാണെന്ന് പറയാനുള്ള കാരണം. എയർ ഒരു സൊല്യൂഷനാണെന്നുള്ള പറയാനുള്ള കാരണം എന്താണ്? അതിലെന്തൊക്കെ ഉണ്ട്? നൈട്രജൻ ഉണ്ട്. എത്ര ശതമാനം ഉണ്ട്? ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആണുള്ളത്. നമ്മൾ ശ്വസിക്കുന്ന ഇതിൽ ചുറ്റുപാടുള്ള അറ്റ്മോസ്ഫിയറിലുള്ള എയറിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആണുള്ളത്. അല്ല, എന്താ ഉള്ളത്? നൈട്രജൻ ആണുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്? ഓക്സിജൻ ഉണ്ട്. പിന്നെ എന്തുണ്ട്? ആർഗൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, മറ്റ് ഗ്യാസുകളുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? ശ്രദ്ധിച്ചോ. നമുക്ക് ഇനി അടുത്ത് വരുന്നതാണ് ഒരു സോൾവെൻറ്റ്. ഓരോ സോൾവെൻറ്റിനും ഓരോ ഉപയോഗങ്ങളാണ്. അതാണ് നമ്മൾ പറയാൻ പോണത്. സോൾവെൻറ്റിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോണത്. നമുക്ക് ആദ്യം വരുന്നതാണ് പെട്രോള്, കെറോസിൻ, ടെർപ്പൻറ്റൈൻ, അമോണിയ സൊല്യൂഷൻ. ഇതൊക്കെ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ആദ്യം എന്തിനൊക്കെ ഉപയോഗിക്കാം? ഇപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ, നമ്മുടെ വീട്ടിൽ പെയിൻ്റ് അടിച്ച് കഴിയുമ്പോൾ കയ്യിലും കാലിലൊക്കെ പെയിൻ്റ് അടിക്കാൻ നമ്മളെങ്ങനെയാണ് കളയുന്നത്? ചകിരി വെച്ച് ഉറച്ച് കളയാൻ പോവോ? സോപ്പിട്ട് കഴിക്കാൻ പോവോ? മണ്ണെണ്ണ വെച്ചിട്ട് നമ്മൾ ചെയ്താൽ പോവും അല്ലേ? ഗ്രീസായി നമ്മൾ എന്ത് ചെയ്യും? മണ്ണെണ്ണ അല്ലെങ്കിൽ ടെർപ്പൻറ്റൈൻ വെച്ചിട്ട് എന്ത് ചെയ്യും? കഴുകിയാൽ പോവും. നമ്മൾ ടെർപ്പൈൻ എന്നൊക്കെ പറയും അല്ലേ? ടെർപ്പൈൻ എടുത്ത് കഴുകുക, തുടച്ച് കഴിഞ്ഞാൽ എന്താവും? പെയിൻറ്റ് പോവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ പറഞ്ഞ സോൾവെൻറ്റുകൾ യൂസ് ചെയ്യാം. ഇനി അടുത്തതാണ് ബ്രോക്സ് സൊല്യൂഷൻ. എന്താ ബ്രോക്സ് സൊല്യൂഷൻ? എന്തിനാണ് ഉപയോഗിക്കുന്നത്? വളരെ സിമ്പിളാണ്. ചായ കുടിക്കുന്ന, കോഫി കുടിക്കുന്ന സമയത്ത് ഡ്രസ്സിൽ എന്തായി? ചായ വീണ്, അപ്പോൾ അതിൽ കറ വന്നിട്ടുണ്ടാവും. ആ കറ കളയാൻ വേണ്ടിയാണ് ഈ ഒരു സോൾവെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സോൾവെൻറ്റിൻ്റെ മിക്സ്ചർ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. ഇനി അടുത്താണ് ആൽക്കഹോള്. ആൽക്കഹോള് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? പെർഫ്യൂം ഉണ്ടാക്കുന്ന സമയത്ത് മണം വേണം. അപ്പോൾ മണം കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് അരോമാറ്റിക് ഓയിലുണ്ട്. അതായത് നമ്മുടെ പ്ലാന്റ്സിൽ നിന്നൊക്കെ ഡിസ്റ്റിലേഷൻ വഴി എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന ഒരു ലിക്വിഡാണ് ഈ അരോമാറ്റിക് ഓയിൽ എന്ന് പറയുന്നത്. ഈ സാധനം എന്ത് ചെയ്യണം? ഡിസോൾവ് ആക്കണം പെർഫ്യൂം ഉണ്ടാക്കുന്ന സമയത്ത്. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ആൽക്കഹോള് ഉപയോഗിക്കുന്നത്. പെർഫ്യൂം ഉണ്ടാക്കുന്ന സമയത്ത് ഈ അരോമാറ്റിക് ലിക്വിഡ് ഓയിൽ ഓയിൽ എന്ത് ചെയ്യണം? ഡിസോൾവ് ആക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതാണ് ടിഞ്ചർ ഓഫ് അയോഡിൻ. എന്തിനാണ്? കൈപൊട്ടി, കാലുപൊട്ടി കഴിഞ്ഞാൽ ആൻറ്റിസെപ്റ്റിക്കായിട്ട് അല്ലേ? നമ്മൾ ആ മുറിവ് ഉണങ്ങണം, അല്ലെങ്കിൽ അതെന്താ ഇൻഫെക്ഷനോ ഒന്നും ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ഇതെന്ത് ചെയ്യാം? ടിഞ്ചർ ഓഫ് അയോഡിൻ ഉപയോഗിക്കാം. വൂൺസ് എല്ലാം ക്ലീൻ ചെയ്ത് അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ക്ലീൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് വരുന്ന 2 ടോപ്പിക്കാണ് ഡൈല്യൂട്ട് സൊല്യൂഷനും കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനും. വളരെ സിമ്പിളാണ്. ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡൈല്യൂട്ട് ആസിഡ്, കോൺസെൻട്രേറ്റഡ് ആസിഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡൈല്യൂട്ട് ആസിഡ്, കോൺസെൻട്രേറ്റഡ് ആസിഡ് എന്ന് വെച്ചാൽ? ഇപ്പോൾ കോൺസെൻട്രേറ്റഡ് ആസിഡാണ് നമ്മളെ കയ്യിൽ വീണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ എന്താവും? പൊള്ളും, റിയാക്ഷൻ ഉണ്ടാവും. ഡൈല്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ കൈ പൊള്ളൊന്നുമില്ല അല്ലേ? റിയാക്ഷൻ സ്ലോ ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? ഡൈല്യൂട്ട് സൊല്യൂഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് വെച്ചാൽ സൊല്യൂട്ടിൻ്റെ അളവ് എന്തായിരിക്കും? കുറവായിരിക്കും. ഇപ്പോൾ ആസിഡൊക്കെ ഡൈല്യൂട്ട് ചെയ്യാൻ നേരത്ത് ചില ആസിഡൊക്കെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം ഒഴിച്ച് ആസിഡിൻ്റെ അളവ് കുറച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടി എന്ത് ചെയ്യും? ഡൈല്യൂട്ട് ചെയ്യാറുണ്ട്. അതുപോലെ അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? സൊല്യൂട്ടിൻ്റെ അളവ് കുറയും. സൊല്യൂട്ടിൻ്റെ അളവ് കുറവാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ഡൈല്യൂട്ട് സൊല്യൂഷൻ എന്ന് പറയാം. ഇനി സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയാം. സിമ്പിളാണ്. സൊല്യൂട്ടിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ കോൺസെൻട്രേറ്റഡ് എന്നും, കുറവാണെങ്കിൽ എന്താണ്? ഡൈല്യൂട്ടഡ് സൊല്യൂഷൻ എന്നും പറയുന്നു. ക്ലിയർ ആണല്ലോ? പറയണ്ടല്ലോ? ഓക്കെ അല്ലേ?